ശ്മശാനത്തിൽ അതിക്രമിച്ചു കയറി ശവസംസ്കാരം നടത്തിയതായി പരാതി. പഴയ വിടുതിയിൽ അവശ ക്രൈസ്തവ സംരക്ഷണ സമിതിയുടെ അധീനതയിലുള്ള ശ്മശാനത്തിലാണ് സംഭവം. മറ്റൊരു സംഘടനയിൽപ്പെട്ട ചില വ്യക്തികൾ അവരുടെ പുരോഹിതന്മാരുമായി ചേർന്ന് ശ്മശാനത്തിന്റെ പൂട്ട് തകർത്ത ശേഷം അകത്ത് കയറി ശവസംസ്കാരം നടത്തിയെന്നാണ് പരാതി. 1952 മുതൽ പട്ടികജാതിയിൽ നിന്നും മതപരിവർത്തനം നടത്തി ക്രിസ്തുമതം സ്വീകരിച്ചു വരുന്നവർക്ക് മാത്രമായി ഉപയോഗിച്ചു വരുന്നതാണ് ഈ ശ്മശാനം. രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലെ പഴയ വിടുതിയിൽ സർവേ നമ്പർ 180/41 75 സ്ഥലമാണിത്. മെയ് 6 സേനാപതിയിലെ 2 പുരോഹിതന്മാരായ ഫാദർ ബാബു ജേക്കബ്, ഫാദർ ജോർജ് ജേക്കബ് എന്നീ 2 പേരെ കൂട്ടുപിടിച്ചാണ് തങ്ങളുടെ സമുദായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ശ്മശാനത്തിന്റെ പൂട്ട് തകർത്ത ശേഷം അകത്തു കടന്ന് മറ്റൊരാളുടെ ശവസംസ്കാരം നടത്തിയതായി ശ്മശാനത്തിന്റെ ഉടമസ്ഥരെന്ന് പറയുന്ന സമുദായക്കാർ പരാതിപ്പെട്ടിരിക്കുന്നു. 25 മെയ് 6 തിങ്കളാഴ്ച റവറൻഡ് ഫാദർ ബാബു വെട്ടിക്കാട്ടിൽ സേനാപതി, സഹോദരൻ റവറൻഡ് ഫാദർ ജോർജ് ജേക്കബ് വെട്ടിക്കാട്ടിലും ചില ആളുകളും കൂടി അവശക്രൈസ്തവ സംരക്ഷണ സമിതിയുടെ ഭൂമിക്കുള്ളിൽ അനധികൃതമായി കയറി പ്രവേശനം ചെയ്ത് സമിതി സ്ഥാപിച്ചിരുന്ന ഗേറ്റ് അറുത്തുമുറുക്കുകയും തള്ളി തുറന്ന് അതിനുള്ളിൽ ബോഡി മറവുകയും ചെയ്തിട്ടുള്ളതാണ്. നിയമവിരുദ്ധമായി ഇങ്ങനെ പ്രവർത്തിച്ചവർ മനഃപൂർവ്വം സമുദായ ഐക്യം തകർക്കുന്നതിനും ചേരിതിരിവ് സൃഷ്ടിക്കുന്നതിനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തതെന്ന് സംശയിക്കുന്നതായും അതുകൊണ്ട് തന്നെ ഇവരുടെ പേരിൽ കേസെടുത്ത് നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് അവശ ക്രൈസ്തവ സംരക്ഷണ സമിതി രാജാക്കാട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ചില വ്യക്തികൾ ഇതിനു മുമ്പ് ശ്രമം ചെയ്യുകയും രാജാക്കാട് പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ പരാതി കൊടുക്കുകയും കുറ്റക്കാർക്കെതിരെ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. വീണ്ടും ഇത്തരത്തിലുള്ള നടപടികൾ ഈ പറയുന്ന വ്യക്തികളും ചില ആളുകളും കൂടി ചെയ്യുന്നതിനാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാജാക്കാട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടികൾ ഗവൺമെൻറ് പോലീസ് അധികാരികളും എടുക്കണമെന്ന് സമിതി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെടുന്നു. രാജാക്കാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ സമിതി ഭാരവാഹികളായ KC ഷാജി, M ജോർജ് കുട്ടി, PI അനിൽ, ജിജോ കെ ജോസ്, NJ സണ്ണി, PY റോയി, ND ജോൺ, ജോയി മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.